ദൈവം അതിര് വെക്കുക മാത്രമല്ല ചെയ്തത്, കർത്താവ് നമ്മുടെ അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. അതിര് വെക്കുന്ന ദൈവം അതിരുകളെ എന്താക്കും? വിശാലമാക്കും. എബ്ബേസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിശാലമാക്കും. അമ്മയ്ക്ക് വ്യസനപുത്രനായിരുന്നു ആ എബ്ബേസ്. അമ്മയ്ക്ക് വ്യസനപുത്രനായിരുന്നു. പക്ഷെ പിന്നത്തേതിൽ അവനെ സഹോദരന്മാരെക്കാൾ മാന്യനാക്കി. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, ആ പട്ടണം പിന്നത്തേതിൽ എബ്ബേസിൻ്റെ പേരിൽ അറിയപ്പെട്ടു. ശാസ്ത്രിമാർ പാർത്ത പട്ടണത്തിൻ്റെ പേര് എബ്ബേസ് എന്നായി. അബ്ദുൽ കലാം റോഡ്, MG റോഡ് എന്നൊക്കെ പറയുന്ന പോലെ എബ്ബേസ് നഗറായി. എന്താ കാര്യം? ദൈവം അവൻ്റെ അതിരിനെ വിശാലമാക്കി. ഈ രാത്രി അതിരിട്ട് കാക്കുന്ന ദൈവം അവൻ്റെ ആദി ദൈവമാണെങ്കിൽ അതിര് വിശാലമാക്കും. ആദി ദൈവമാണെങ്കിൽ അതിര് വിശാലമാക്കും. രക റിക ദിര ബന ശബ ലക ധര ദിന ലക ധര ധന ദിക ദീപ രാജ രാജ രാബ ലത രാജ രഗജ രന്ദ രബന ഖദന റിബന ഖദന റിഗല രഗജ രബന. സ്തുതിച്ച് ആരാധിച്ചേ. രാജ രബല രംദ രഗജ രാജ രംദ രാജ റൈഡ രാജ രംദ രാജ. അതിരുകളെ വിശാലമാക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം അതിരുകളെ വിശാലമാക്കും. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ദൈവം അതിരുകളെ വിശാലമാക്കും. ദൈവം അതിരിനെ വിശാലമാക്കും. ഒന്നുകൂടെ പറയട്ടെ, ദൈവം അതിരിനെ വിശാലമാക്കും. കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് സഭയുടെ അതിരിനെ വിശാലമാക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചാൾസ് പാസ്റ്റർക്കൊക്കെ അറിയാം, ഞങ്ങൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുമ്പോഴാണ് താഴെ ചെറിയ ഹോള് പണിത്. ആ ഹോളിൽ ഞങ്ങൾ എഴുതി വെച്ചു, ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ആലയം വിശാലമാകും, ആത്മാക്കളെ കൊണ്ട് നിറയും. പിന്നത്തേതിൽ പാർക്കിംഗ് ഗ്രൗണ്ട് വെച്ചു, അവിടെ നിറഞ്ഞു മുകളിലായി. മുകളിലൊരു പകുതിക്ക് മുകളിൽ ഈ പിന്നിലിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, എല്ലാ ജനത്തെയും കൊണ്ടും പകുതിക്ക് അപ്പുറത്തോട്ട് കരം നീട്ടി പ്രാർത്ഥിച്ച് അവിടെ ഫില്ലായപ്പോൾ ഞങ്ങൾ ബാൽക്കണിയിലിട്ട് കൈ നീട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ന് കർത്താവിൻ്റെ കൃപയാൽ ബാൽക്കണി നിറഞ്ഞ് 2 സെക്ഷനുകളായി ദൈവം ആരാധന മാറ്റി. കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. ദൈവം അതിരുകളെ വിശാലമാക്കും. അതിരുകളെ എന്ത് ചെയ്യും? വിശാലമാക്കും. അതിരുകളെ വിശാലമാക്കും. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സാക്ഷ്യങ്ങൾ ഓൺലൈനിൽ കൂടെ ഒക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്, നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. ദൈവം അതിനെ എന്താക്കും? വിശാലമാക്കും. ഞങ്ങളൊരു 3 തലമുറയുടെ അധ്വാനമാണ് റാന്നിയിലുള്ള സഭ. എൻ്റെ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ട സമയം, പിന്നെ പപ്പ, ഞാൻ 2-3 തലമുറയുടെ അധ്വാനം കൊണ്ട് നേടിയത് സാമ്പത്തികമായിട്ട് ഒന്നും നേടിയിട്ടില്ല. അവരുടെ കാലഘട്ടങ്ങളിൽ ഉള്ളത് എഴുതി കൊടുക്കുകയല്ലാതെ, ദൈവരാജ്യത്തിലല്ലാതെ സ്വന്തമായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല. പിന്നെ നടന്നു, ജീവിച്ചു, ഇങ്ങനെ പോയി. പക്ഷെ ഒത്തിരി സഭകളുണ്ടായി, ഒത്തിരി ചൗക്കോട്ടുകൾ പണിതു, ഒത്തിരി ഹോളുകൾ പണിതു. അങ്ങനെ ദൈവരാജ്യത്തിൽ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാണ്ടായി. അങ്ങനെ ഇരിക്കെ 3-ാം തലമുറ ഈ എളിയദാസൻ ഒരു 20-15 വർഷത്തോളം അവിടെ നിന്ന്. എൻ്റെ അമ്മ മരിച്ച സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ, വളരെ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ട് വീട്ടിൽ വരണം. അപ്പ വീട്ടിൽ പോയിട്ട് വന്നപ്പം മുഖം വല്ലാതിരിക്കുക. ഞാൻ അപ്പടി ചോദിച്ചു, അപ്പ എന്താ? പപ്പ എന്നോട് പറഞ്ഞു, എന്തിനാ വിളിപ്പിച്ചേ? അവർ പറഞ്ഞത്, നീ ഇനി ഇവിടെ ഇനിയും പ്രസംഗിക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്താ ചെയ്തേ? അപ്പം പറഞ്ഞു, നീ ചിരിപ്പിക്കും, തമാശ പറയും. നമ്മൾ ആരാധനയ്ക്കിടയിൽ എന്ത് ചെയ്യരുത്? ചിരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ വരുമ്പം തൊട്ട് ഇങ്ങനെ മസിൽ പിടിച്ച് നമ്മളിങ്ങനെന്നാണ്. അങ്ങനെയൊക്കെ ജീവിക്കാൻ പോകും. മസിൽ പിടിച്ച് ജീവിച്ച് നമ്മൾ ചത്തുപോത്തില്ലേ? എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. നമ്മൾ ഫ്രീ ആയിട്ട് ജീവിക്കണം വേണ്ടേ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കുറ്റം ഇതാണ്, അതുകൊണ്ട് നീ ഇനി പ്രസംഗിക്കരുത്. അപ്പം ഞാൻ ചപ്പാടി ചോദിച്ചപ്പം ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, സഭയാണ് വലുത്, അവർ നഷ്ടപ്പെടാൻ പാടില്ല, അതുകൊണ്ട് നീ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞു, ഞാൻ നിൻ്റെ അമ്മയെ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഒത്തിരി കുടലുണങ്ങിയതാണ്, ഒത്തിരി ഉപയോഗിച്ചതാണ്, അതുകൊണ്ട് കളഞ്ഞു കുളിക്കല്ലേ. ഞാനോർത്ത് ആർക്കും ഞാനൊരു ദോഷമാകണ്ട. ഞാൻ രാവിലെ ഞായറാഴ്ച എല്ലാവരെയും കയറ്റിയിരുത്തും,
എന്നാലും ഞാൻ പതുക്കെ സ്കൂട്ടാവും പിള്ളേരുടെ ഭാഷയെ. ഞാനങ്ങ് മുങ്ങും. എല്ലാവരും ചോദിച്ചു എവിടെ പോയതാ? എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതാ, എന്നെ ആരും വിളിച്ചില്ല. ഞാനിങ്ങനെ പോയി ചിലയിടത്തൊക്കെ ചെന്ന് കയറി. പ്രിൻസിപ്പാൾ എന്തിനാ വന്നേ? ആത്മാവ് പറഞ്ഞു ഇന്ന് ഇവിടെ വരാൻ. എന്നോടൊരു ആത്മാവ് പറഞ്ഞില്ലേ, എന്നോട് ആരും പറഞ്ഞൊന്നുമില്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ എങ്ങും വണ്ടി ഓടിച്ച് മാത്രം ഞായറാഴ്ച ഓടിച്ചു. വരമ്പത്തും പാടത്തും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. എന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ ഞായറാഴ്ച പോകായിരുന്നു. വല്ലാതെ മുറിഞ്ഞൊരു സമയം. പക്ഷെ ഇന്ന് ഞാൻ അഹങ്കാരം പറയല്ലേ. വീട്ടിലെ സഹായത്തിലൂടെയും ഒരു ദിവസം കുറഞ്ഞതൊരു 4 ആരാധനയും പ്രസംഗിക്കണം. അന്ന് ഞാൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞ സമയത്ത് പാടത്തരമ്പത്തും വയലരികളിലും ജീപ്പിട്ടിട്ട് കരഞ്ഞു. ഞായറാഴ്ച ആരെങ്കിലും വിളിക്കണം. എനിക്കൊരു കർത്താവിനെ അറിയാം, അതിര് വിശാലമാക്കുന്നൊരു ദൈവം. വിശ്വസ്തയോടെ നിന്ന അവൻ്റെ ബലമുള്ള വലം കീഴ് താണിരുന്ന അതിരിട്ട് കാക്കും, അതിര് വിശാലാക്കും. അതിരിട്ട് കാക്കും, അതിര് വിശാലമാക്കും. അതിരിട്ട് കാക്കും, അതിര് വിശാലമാക്കും. ഇന്ന് രാത്രി പറയട്ടെ, അതിര് വിശാലമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എല്ലാത്തിൻ്റെയും അതിരുകളെ ദൈവം വിശാലമാക്കും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവം ഇട്ട അതിരുകൾ, ദൈവത്തിന് ഒരിക്കലും എന്തിടരുത്, അതിര് വെക്കരുത്. ദൈവത്തിനതിര് ഇനി നിങ്ങൾ നോക്കിക്കോ. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ ജനറേഷൻ ഒരിക്കലും ഒരു വലിയ പ്രശ്നമുണ്ട്. അറ്റൻഷൻ സ്പാൻ കൂടുതലാണോ കുറവാണോ? പറഞ്ഞു. അറ്റൻഷൻ സ്പാൻ നല്ലൊരു കാര്യം പറയാം, മോശപ്പെട്ടൊരു കാര്യമാണ്. സിനിമ കാണോ? കാണത്തില്ലേ? മോള് കാണോ? വേദം വായിച്ച മോള് വല്ലപ്പോഴും കാണും. 2.5 മണിക്കൂർ കുത്തിയിരുന്ന സിനിമ കാണുന്ന എത്ര പേരുണ്ട്? അത് ഓടിച്ചു വിടുവോ? സത്യമായിട്ടും പറഞ്ഞു. നമ്മളിപ്പോൾ സിനിമ കാണത്തില്ല, വലിയ ഞാനങ്ങനെ കാണാറില്ല. എന്നാലും വല്ലപ്പോഴും ചുമ്മാ തോന്നുമ്പോൾ എന്തെങ്കിലും കയറി വന്നാൽ കാണാറുണ്ട് എന്നല്ല. ഞാൻ ഇന്ന് സിനിമ കാണാറില്ല. അതുകൊണ്ട് സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. 2.5 മണിക്കൂർ കുത്തിയിരുന്ന സിനിമ കാണുമോ? കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഓടിക്കും. പ്രായമുള്ളവരും പറയും അത് തന്നെ ഇറി. ഇത് കണ്ടുകൊണ്ട് ടി വിക്കകത്താണ് ഇവരെന്തോ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ടി വിക്കകത്താണ് എന്തോ മാറ്റിക്കൊണ്ടിരിക്കും, ചാനൽ മാറ്റിക്കൊണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നീ സ്പീഡാക്കും, അല്ലെ മാറ്റും. എന്താ കാര്യം? അറ്റൻഷൻ സ്പാൻ കുറവാണ്. ഒരു കാര്യം തന്നെ. അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കാൻ അറിയാം? കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇപ്പോൾ 2-3 മണിക്കൂറൊക്കെ ആയിരുന്നു ഞായറാഴ്ച സഭായം. 9 മണിക്ക് തുടങ്ങി 1 മണി വരെ ആരാധിച്ചവർ ഇനി 9 മണിക്ക് തുടങ്ങി 10, 11, 2 മണിക്കൂർ ആരാധന. ഇനിയും നോക്കിയാൽ നിങ്ങൾ 1 മണി, കുറച്ചുകൂടെ കഴിയുമ്പോൾ 1/2 മണിക്കൂർ സെക്ഷൻ ആവും. ഒരു പാട്ട്, ഒരു 10 മിനിറ്റ് പ്രസംഗം, ആശീർവാദം, പോകുന്നു, അടുത്ത ആള് വരുന്നു. എന്താ പറകാന്ന് പറയുമ്പോഴത്തേനും 1/2 മണിക്കൂർ പോകും. എന്താ പറക, എന്താ ഇപ്പം ചെയ്യാൻ ചോദിക്കുമ്പോഴേ 20 മിനിറ്റ് പോകും. പിന്നെ ഒരു 10 മിനിറ്റ് പ്രസംഗം. കാരണം ഇപ്പം നിങ്ങൾ ആടൊക്കെ ശ്രദ്ധിച്ചോ? ലോങ് ആടൊന്നും ഇല്ല. ആടെല്ലാം എത്ര നേരം ഉള്ളൂ. ഈ RSP സാറിൻ്റെ ഒരു 1 മിനിറ്റ് സന്ദേശം രാവിലെ വരും. ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? 1 മിനിറ്റ് അതൊരു 15 മിനിറ്റ് ഇട്ട് ആരെങ്കിലും കേൾക്കുമോ? ആരും കേൾക്കത്തില്ല. അപ്പോൾ എന്താ കാര്യം ചോദിച്ചാൽ അതൊരു ഭയങ്കര സൈക്കോളജിയാണ്. ഇന്നത്തെ ജനറേഷന് അറ്റൻഷൻ സ്പാൻ കുറവ്. പാരായണയുടെ എല്ലാം എന്ത് കുറയ്ക്കും? സമയം കുറയ്ക്കും. സമയം കുറയ്ക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് എന്ത് വെക്കുക? അതിര് വെക്കുക. 1 മണിയും 2 മണിയും 3 മണിയും ഒക്കെ പോയ ആരാധനയുണ്ട്. പക്ഷെ ഇന്ന് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ സഭയിൽ ഒരു ദിവസം ഇങ്ങനെ ഒരാൾ നിർബന്ധം പിടിച്ച് 1 മണിക്ക് നിർത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോഴൊക്കെ നീണ്ടു പോയാൽ അത്യാവശ്യം പോകേണ്ടവർ എന്ത് ചെയ്യണം? പോകണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കാരണവശാലും പ്രസംഗിക്കുന്ന ഉപദേശിക്കും വലിച്ചു നീട്ടാൻ ഒക്കത്തില്ല. അങ്ങനെ ചുമ്മാ ഒന്നും വലിച്ചിങ്ങനെ നീട്ടിക്കൊണ്ട് നമ്മുടെ സബ്ജക്റ്റ് വേണ്ടേ? അപ്പം ചുമ്മാ അത് വലിച്ചു കിട്ടിയ റബ്ബർ ബാൻഡ് വലിയുന്ന പോലെ അങ്ങ് വലിയും. നമുക്കും സബ്ജക്റ്റ് നിർത്താനാണ് ഇഷ്ടം. അത് ചില സമയത്തൊരു മൂവൊക്കെ ഉണ്ടായി ഇങ്ങനെ നേടും. അപ്പം ഞാൻ പറഞ്ഞു അത്യാവശ്യമായിട്ട് പോകേണ്ടവർ എന്ത് ചെയ്യണം? പോകണം. ഇപ്പോൾ ഒരച്ഛൻ എന്നോട് പറഞ്ഞു,
അങ്ങനല്ല, 1 മണിക്ക് നിർത്തണം, എല്ലാത്തിനും സമയനിഷ്ഠ വേണം. അപ്പം ഞാൻ പറഞ്ഞു അത്യാവശ്യമായിട്ട് പോവുകയും 1 മണിക്ക് പോകണമെന്നുള്ളൊരു പോവുക, അന്നേരം ഒരു പാട്ട് പാടും, ചിലപ്പോഴൊക്കെ നീണ്ടു പോകാം, അപൂർവമായി ദൈവാത്മാവിൻ്റെ നിയോഗം തന്നു. അദ്ദേഹം എൻ്റെ വന്നിട്ട് പറഞ്ഞു, നിനക്ക് വിവരമില്ല. ഞാൻ ചെതന്ന കാര്യം, എടാ 1 മണിക്ക് പോകുമ്പോൾ ആശീർവാദം പറയണോടാ. ഞാൻ പറഞ്ഞു 1 മണിക്ക് പോവുകയും ആശീർവാദം പറയണമെന്ന് നിർബന്ധമുള്ളവർ ദയവായി നമ്പർ തരൂ, SMS ആയി ആശീർവാദം ഫോണിലേക്ക് അയച്ചു തരാം, SMS ആയിട്ടായി. അല്ലാതെ എന്താ ചെയ്യുക നിങ്ങൾ പറ. എല്ലാവരും പണ്ടൊരു അച്ചായനെ ഗൾഫിൽ നിന്ന് വന്നപ്പം അടുത്തുള്ള ഒരാൾക്ക് ഒരു പാമ്പ് പിടിച്ചവൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ 1000 രൂപ കൊടുക്കുമായിരുന്നു. അയാൾ വരും 1000 രൂപ കൊടുക്കും. ഒരു പ്രാവശ്യം കൊടുത്തില്ല. ഈ പ്രാവശ്യം ചോദിച്ചാൽ എന്നാ ഒന്ന് കിട്ടിയില്ലല്ലോ, നമുക്ക് എല്ലാ പ്രാവശ്യം ഒരു കോട്ടയുള്ള പറഞ്ഞു, ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെരമണിയൊക്കെ തുടങ്ങി, അതുകൊണ്ട് ടൈറ്റ് ആയതുകൊണ്ട് അതിന്. എന്നാൽ ഇയാൾ തിരിച്ചു ചോദിച്ചു, എൻ്റെ 1000 എടുത്ത് വേണം നിനക്ക് പെരമണിയാൻ. എൻ്റെ 1000 എടുത്ത് വേണം നിനക്ക് പെരമണിയാൻ എന്ന് ചോദിച്ചു. അല്ലേ, ഈ കർത്താവിൻ്റെ അരമണിക്കൂർ എടുത്ത് വേണം നിനക്ക്. അപ്പം നമ്മളെല്ലാവരും സ്പാൻ കുറയ്ക്കുകയാണ്. അവിടെ എല്ലാവരും ആർക്ക് അതിരിടുക? ദൈവത്തിന് അതിരിടുക. ചുരുക്കത്തിൽ ദൈവത്തിന് അതിരിട്ട് ആരാധന സമയമെല്ലാം കുറച്ച്. ഞാൻ പറഞ്ഞു ഒന്നിനും ഇഷ്ട വേണ്ടാന്ന് ഒന്നുമല്ല പറയുക. പക്ഷെ ദൈവത്തിന് മാത്രമല്ലേ അതിര് വെക്കുന്നത്, ബാക്കി എല്ലാത്തിനും സമയമില്ല. ഒരു ഹോട്ടലിൽ പോയിട്ട് ഏറ്റവും വലിയ ഹോട്ടലാണെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാൽ എന്തോ ചെയ്യുന്നറിയാം, പന്ന ഹോട്ടലല്ല, സാധാരണ വീട്ടിലെ കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു അമ്മച്ചിയുടെ അടുത്തോട്ട് കയറി ചെന്നു, പെട്ടെന്ന് തരണം, അവർ പെട്ടെന്ന് എന്തെങ്കിലും എടുത്തു തരും. വലിയ ഹോട്ടലിൽ പോയോ അതേ സാധനം അവിടെ ഇരുന്നാലും അവർ നമ്മളെ എന്ത് ചെയ്യും, ചുമ്മാ ഇരുത്തും. ചുമ്മാ എല്ലാം ഫ്രിഡ്ജ് വെച്ച് ചൂടാക്കിക്കൊണ്ട് തരുന്ന മതി. നമ്മുടെ എന്താ ലൈവായിട്ടിങ്ങനെ എന്നെ നിങ്ങളെ കാണിച്ച മീൻ അവിടെ കൊണ്ടു തരുന്നത്. നമ്മുടെ ചിന്ത ഏതല്ല. എന്നാലും നമ്മൾക്ക് അവിടെ എന്ത് നേരെ ഇരിക്കാൻ ഒരു മടിയില്ലല്ലോ. അപ്പം നമ്മൾ പറയും, നമ്മൾ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതിൻ്റെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പം അതിനെല്ലാം നമുക്ക് എന്തുണ്ട്, സമയമുണ്ട്. എന്തിനാ സമയം ഇല്ലാത്ത? അങ്ങനെ ദൈവത്തെ വെട്ടിക്കുറച്ച് നിയമത്തിൻ്റെ മുൾമനെ നിർത്തി സഭകൾ അതിൻ്റെ ആത്മീയത മരിച്ചു. അതിൻ്റെ ആ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. ദൈവത്തിന് എന്ത് വെക്കരുത്? അതിര് വെക്കരുത്. ദൈവിക കാര്യങ്ങൾക്ക് അതിര് വെക്കരുത്. പ്രാർത്ഥിക്കാൻ അതിര് വെക്കരുത്. വേദപുസ്തകം വായനയ്ക്ക് അതിര് വെക്കരുത്. ദൈവത്തിന് കൊടുക്കാൻ അതിര് വെക്കരുത്. ദൈവത്തെ ആരാധിക്കാൻ എന്ത് വെക്കരുത്? അതിര് വെക്കരുത്. അതിര് വെക്കാമെന്ന് ആരാധിക്കണം. അതുകൊണ്ടാണ് ആരാധിക്കുമ്പോൾ ശരീരം കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യണം? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. ദൈവത്തിന് എന്ത് വെക്കരുത്? അതിര് വെക്കരുത്. എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. എനിക്ക് എന്താന്ന് പറഞ്ഞാലും ഒരു കാര്യത്തിന് സന്തോഷം തോന്നിയത്, ഒരു നല്ല ഗുണ്ടുമണി പയ്യൻ ഫ്രണ്ട് ഇരിപ്പുണ്ട്. അവൻ്റെ ആരാധന ഒന്ന് കാണാം. അവൻ ഏതായാലും ആത്മാവിലാണോ ജഡത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടവനെ. മോൻ്റെ കാര്യമാണോ പറഞ്ഞു? നിൻ്റെ കാര്യം എനിക്ക് പറഞ്ഞു. മോനൊന്ന് എഴുന്നേറ്റ് തന്നെ. അവനന്ന് കൈയടിക്കാൻ അതൊരു അരങ്ങാണ്. ഒന്ന് ഇവനൊന്ന് കയ്യടി കൊടുത്തേര്. എൻ്റെ വന്നപ്പം ഞാൻ അവനെയാണ് ശ്രദ്ധിച്ചേ. അതൊരു കാണാനുണ്ടായിരുന്നു. ഏതായാലും ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ എങ്ങനെ ആരാധിക്കണം? പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം. എൻ്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. നല്ല ആരോഗ്യമുള്ള 10 പിള്ളേർ കൈയടിച്ച എന്തൊരു അനുഗ്രഹമാണ്. ഇത് ഈ ഡമ്പിളെടുത്ത് മസിലും പെരുപ്പിച്ചുകൊണ്ട് വന്നവർ ഇങ്ങനെയൊക്കെ നിരങ്ങി ഇരിക്കുന്ന കണ്ടാൽ നമുക്കൊരു സങ്കടം തോന്നും. ഡമ്പിളൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നവരെ അവർ ഇങ്ങനെ തോണ്ടി അവരൊരു കൈയടിച്ച് എന്തോ കയ്യടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്ത് വെക്കാതെ ആരാധിക്കണം? അതിര് വെക്കാതെ ദൈവത്തെ അങ്ങ് സ്തുതിക്കണം. ഏതായാലും AC ഹോളൊക്കെ തമ്പുരാൻ തന്നില്ലേ? സൗണ്ട് പ്രൂഫ് ആരാധനാലയമൊക്കെ തന്നില്ലേ? AC സൗണ്ട് പ്രൂഫ് ഉള്ളപ്പം തുള്ളിച്ചാടി അങ്ങ് ദൈവത്തെ ആരാധിക്കണം. കരമടിച്ച് ദൈവത്തെ അങ്ങോട്ട് സ്തുതിക്കണം. ഹല്ലേലൂയ. അതിര് വെക്കാതെ ദൈവത്തെ സ്തുതിക്കണം.
ഹല്ലേലൂയ 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 ഋഗരാജ രാജരാജ രാജരാജ രഗല രാജ റിബല രഗജ രമന ഹദന റിബന പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. മക്കളോടൊക്കെ പറയട്ടെ, ഞങ്ങൾ വളർന്ന സമയത്ത് ഈ ഒരു കൃപയിലൊക്കെ വന്ന സമയത്ത് അന്ന് ഈ മനിച്ചാനും ഒക്കെ വരുമായിരുന്നു, ചർച്ച് ഭാഷമൊക്കെ മനിച്ചാണ്ടൊക്കെ വരുമായിരുന്നു. അന്ന് ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അത് അനുഗ്രഹമാകുന്നതിൻ്റെ ലക്ഷണം എന്താണെന്നറിയോ? കണ്ണാടി മോടെ പേരിന ഫീബ. ഉപവാസ പ്രാർത്ഥന അനുഗ്രഹമാണെന്നുള്ള ലക്ഷണം എന്തായിരുന്നു? അനുഗ്രഹമാണെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഇതുകൊണ്ട് ഒന്നുമില്ല, സുഖമാണോ, നിനക്കെന്താ പറ്റി, ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പം തൊണ്ട അടച്ചവരൊന്ന് കൈപൊക്കാവും. അതാണ് സംഭവം. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എന്തോ അടയ്ക്കണം, തൊണ്ട അടയ്ക്കണം. കൂട്ടുകാർ ചോദിക്കണം എന്താ പറ്റിയെന്ന്. അതൊരു സന്തോഷമല്ലോ മക്കളെ. കാരണം ഇത്രയൊക്കെ സൗകര്യം ദൈവം തമ്പുരാൻ തരുമ്പോൾ ഇത് പുറത്ത് പോകത്തില്ല, പോവോ? അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ സൗണ്ട് പ്രൂഫ് അല്ലേ? സൗണ്ട് പ്രൂഫാണ്. അപ്പം നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അയൽവക്കക്കാരൻ്റെ അടുത്ത് പ്രശ്നമൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ അത് ഇത്രയും സൗകര്യം തന്നപ്പം സൗണ്ട് എല്ലാം അടച്ചേ പോകാവൂ. അതാണ് 9-ാം ദിവസം ഇത് ഒന്നുമില്ല പോയി. ഏതായാലും സ്തുതിച്ച് പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. കരങ്ങളടിച്ച് എല്ലാവരും അതിരുവെക്കാതെ സ്തുതിക്കുക. അതിരുവെക്കാതെ ശക്തിയോടെ എത്രയും ശബ്ദത്തിൽ സ്തുതിക്കാമോ അത്രയും ശബ്ദത്തിൽ സ്തുതി ആരാധന ഉയരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടക നഗജ നിഗല നിഗന നഗജഗ രംധര രഗനഗ രബലഗ റിഗനഗ രവല ത രഗജ രബന ശഗന നിഗന രഗജേ റിഗലേ രമനേ. Sotram 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 Judabara Ramdaraja Raidaraja Ramdaraja Rikkaraja Raidaraja Ramdareja Ramdaraja Raudabala Ramdaraja Rikkaraja Rabana Ramda Rigana Rabala Radana. Amen, 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 amen. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈസിയോ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് ശക്തിയോടെ ലഭിക്കും. നിശ്ചയം വീരുന്നേരിക്കു ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രേമിക്കുമന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ വ്യാപിക്കും. അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. കഞ്ചാങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ
വീട്ടിൽ നിന്ന് എന്നെ നീ വീണ്ടെടുത്തതിനാ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. ഓ എൻ ഭാഗ്യകാലമോർക്കുമ്പോൾ എന്നുള്ള തുള്ളുന്നേ. ഈ ലോകസുഖം തള്ളിയ ആ ഭാഗ്യം കണ്ടപ്പോ നിത്യമാം രാജ്യത്തിൽ രാജൻമുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി കോടി കോടി യുഗങ്ങളായി രക്തത്തിൻ ഫലമായി വാഴുവേ കോടി കോടി യുഗങ്ങളായി. കുഞ്ഞാട്ടിൻ തീരോരെ ഞാൻ ശുദ്ധനായി തീർന്നു. താൻ ശാന്തിയെ ചുടബലബലമൗടബലേ മഹത്വം രക്ഷക സ്തുതി നീരക്കെത്തും. എന്നെ നീ വീണ്ടെടുത്തതിനാ സ്തുതിക്കും നിന്നെ ഞാൻ നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൽ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. മനോഹര ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ അവിടെ എത്തുമ്പോ നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ ശത്രു വീണതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും ആനന്ദം പാടിടും ആനന്ദം കൂടിടും ആനന്ദം പാടിടും യേശു രാജൻ മുൻപാകെ. കുഞ്ഞാട്ടിൻ തീരൂരെ ശുദ്ധനായി തീർന്നു. ശാന്തിയെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നു. വീട്ടിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാ സ്തുതിക്കും നിന്നെ ഞാൻ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിരിക്കാം. അപ്പോൾ നാം മറക്കരുത്, ആദിയിലെ ദൈവമാണ്, ആദി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, ആദിയിലെ ദൈവത്തിൻ്റെ വചനമാണ്. വചനം മുഖാന്തരമാണ് എല്ലാം ഉളവായത്. വീണ്ടും നാം മുമ്പോട്ട് പോകുമ്പം കാണുകയാണ് ദൈവം സമുദ്രത്തിന് എന്തിട്ടു? അതിരിട്ടു. സമുദ്രത്തിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിനും ദൈവം എന്തിട്ടു? അതിരിട്ടു. 2, ദൈവം അതിരുകളെ വിശാലം. ഇന്ന് വല്ലാതെ ഞെരുക്കത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നവരോട് പറയട്ടെ, ദൈവത്തിൽ ആശ്രയിച്ച ദൈവം അതിരുകളെ എന്താക്കും? വിശാലമാക്കും, വിശാലമാക്കും, വിശാലമാക്കും. മക്കളുടെയൊക്കെ ഉറപ്പിലേക്ക് ഒരു സാക്ഷ്യം പറയാം. ഒരു രാജു സാറുണ്ട്, അദ്ദേഹം കൊട്ടാരക്കര ഭാഗത്താണ്. അദ്ദേഹം പൗരുഷയിലൊക്കെ സാക്ഷ്യം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം, താന് 8ാം ക്ലാസ്സിൽ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും തോറ്റുപോയി. കെമിസ്ട്രിക്ക് കിട്ടിയ മാർക്ക് 1 മാർക്ക്. എല്ലാത്തിനും തോറ്റുപോയി. കെമിസ്ട്രിക്ക് 1 മാർക്ക് മേടിച്ചപ്പോൾ അപ്പം തീരുമാനിച്ചു, ഇനി അവൻ സ്കൂളിൽ പോകരുത്, മോശമല്ലേ, അവനത് അവൻ പഠിക്കാൻ പാടില്ല, തെറ്റാണ്. അതുകൊണ്ട് അപ്പന് ചായക്കടിയാണ്, ചായക്കടയിൽ ചായ അടിക്കാൻ വേണ്ടി നിർത്തി. ഏതായാലും അവൻ തൊഴിൽ പഠിച്ചു. എല്ലാ പിള്ളേരും സ്കൂളിലോട്ട് പോകുമ്പോൾ, അവൻ്റെ പ്രായത്തിലുള്ളവരെല്ലാം ആ കുഞ്ഞിൻ്റെ സ്കൂളിൽ പോകുമ്പോൾ ഈ കുഞ്ഞ് നിന്ന് എന്ത് ചെയ്യുക? ചായ അടിക്കുക. കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. എല്ലാ മക്കളും സ്കൂളിൽ പോകുമ്പോൾ തന്നെ മാത്രം ചായ അടിക്കുക. അമ്മ ഉള്ളിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചു. ഒരു രാത്രി പ്രായമുള്ളൊരു ദൈവദാസൻ തൻ്റെ അടുക്കൽ ദർശനത്തിൽ വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞിനെ നീ നാളത്തോട്ട് സ്കൂളിൽ വിടണം, ഞാനാ നിന്നോട് പറയുന്നത്. അമ്മ രാവിലെ എഴുന്നിട്ട് അച്ഛാണ്ട് പറഞ്ഞു സ്കൂളിൽ വിടുന്നു വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്പം അവൻ തൊഴിൽ പഠിച്ചു, ചായ അടിക്കാൻ പഠിച്ചു, ഇനി വെറുതെ അവനെ അവനെ ജീവിച്ചാൽ പോരെ, തൊഴിൽ പഠിക്കട്ടെ, ഏതായാലും പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അവൻ പഠിക്കത്തില്ല. ഏതായാലും അമ്മ നിർബന്ധിച്ച് സ്കൂളിൽ വിട്ടു. രാജു 8ാം ക്ലാസ് പാസ്സായി, 10ാം ക്ലാസ് പാസ്സായി, പ്രീ ഡിഗ്രി പാസ്സായി, ഡിഗ്രി പാസ്സായി, MA പൊളിറ്റിക്കൽ സയൻസ് റാങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ പാസ്സായി. കേരള യൂണിവേഴ്സിറ്റിയിൽ PhD പൊളിറ്റിക്കൽ സയൻസ് എടുത്തു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BD റാങ്ക് ഹോൾഡിൽ പാസ്സായി, MTH എടുത്തു. ഇന്നൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ചോദിച്ചാൽ പറയും, 8ാം ക്ലാസ്സിൽ എല്ലാത്തിനും തോറ്റുപോയ, പഠിത്തം നിർത്തിയ രാജുവിൻ്റെ അതിരിനെ ദൈവം എന്താക്കി? ദൈവം അതിരുകളെ ദൈവം അതിരുകളെ ദൈവം അതിരുകളെ ദൈവം അതിരിട്ട് കാക്കും. ദൈവം അതിരിട്ട്. ചിലപ്പോഴൊക്കെ ഈ നെഞ്ചിനകത്തൊക്കെ ഒരു വേദന വരുമ്പോൾ നമ്മൾ സിംറ്റമൊക്കെ അറിയാവുന്നൊരു ഓർക്കും, വേർക്കൂടൊക്കെ ചെയ്താൽ മിക്കവാറും എന്തായിരിക്കും? അറ്റാക്കായിരിക്കും. ആ ബയോപ്സി എടുത്തപ്പോൾ ഓർത്താണ് അത് വേറെ വല്ലതാണ്. പലതും ഇങ്ങനെയൊക്കെ വന്നിട്ട് അടുത്ത് വരെ വന്നിട്ട് മാറിപ്പോകാൻ കാര്യം ദൈവം അതിരിടുന്നു. ദൈവം അതിരിടുന്നു. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അതിരിട്ട് സൂക്ഷിക്കും. ദൈവം അതിരിടുകയും ചെയ്യും. അതിരുകളെ വിശാലമാക്കും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ദൈവത്തിന് എന്തിടരുത്? അതിര് വെക്കുക. ദൈവത്തിന് അതിര്